നമസ്കാരം. ഇന്ന് നല്ല കാറ്റുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു പൂരം ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ കണ്ണേങ്കാവ്. എല്ലാവരും ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ അറിഞ്ഞ് കാണും. നല്ല വെടിമരം ഞങ്ങളെ ചുറ്റുവട്ടത്തുള്ള ഏറ്റവും വലിയൊരു പൂരം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കരമായ ഒരു പരിപാടിയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഖത്തറിലായത് കൊണ്ട് പൂരം മിസ്സായി. ഒരു പൂരം എന്നല്ല, ഒരുപാടായി കഴിഞ്ഞ മകരച്ചൊവ്വ, ശിവരാത്രി, മുല്ലാമ്പറമ്പ്, അതേപോലെ തന്നെ ചെറലൂർ നേർച്ച, അങ്ങനെയൊക്കെ കുറേ പൂരങ്ങൾ. പിന്നെ ഒക്കെ ചെറിയ ചെറിയ പൂരങ്ങളാണ്. അപ്പോൾ നല്ലൊരു മിസ്സിങ്. പക്ഷെ എന്തായാലും പൂരത്തിനായിട്ട് ഇപ്പോൾ നമുക്ക് നാട്ടിൽ പോകാൻ പറ്റില്ലല്ലോ, വേറെ പ്രശ്നമല്ലേ. പിന്നെ ഈ സമയത്ത് ലീവിന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മുടെ കൂട്ടുകാരിപ്പം ഇന്ന് അവിടെ നിന്ന് ഫോട്ടോ കിട്ടാന്ന്. അപ്പോൾ പൂരങ്ങളുടെ മകരം പിറന്ന ഫസ്റ്റത്തെ പൂരം കണ്ണങ്കാവ്. ഇത് കഴിഞ്ഞ മകരച്ചൊവ്വ, പിന്നെ വള്ളിക്ക് 2-3 വേറെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ പൂരം അങ്ങനെ പോയി, എല്ലാ പൂരം പോയി. ഇപ്പോൾ നാട്ടിൽ അടുത്ത വർഷം നമുക്ക് പോകുമ്പോൾ പൂരം ഉണ്ടാവില്ല. പൂരം ഉണ്ടാവില്ല. പൂരത്തിനെത്തില്ല നമ്മൾ. എന്തായാലും പൂരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പൂരത്തിൻ്റെ മുന്നേ. പൂരം ആകുമ്പോഴത്തേന് പിന്നെ ലീവ് കഴിയും, തിരിച്ചിങ്ങോട്ട് വരേണ്ടി വരും. അപ്പോൾ നാട്ടിലുള്ളവർക്ക് അടിച്ച് പൊളിക്കടാ. അല്ല ഇപ്പം എന്താ പറയുക, ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വെടിമരുന്ന് കാണാൻ പറ്റും. കരിങ്കാളി, ഞങ്ങളുടെ ഭാഗത്ത് തന്നെ കുറേ കരിങ്കാളി പോകുന്നുണ്ട്. പിന്നെ വാണി എല്ലാവർക്കും അറിയാമല്ലോ. മീൻ, മറ്റുള്ള സാധനങ്ങൾ, കത്തി, ചട്ടി, അങ്ങനെ മറ്റുള്ള ഒരുപാട് സാധനങ്ങൾ. ഒരു കച്ചവടക്കാർ 6-ാം നമ്പർ, നമ്മൾ എപ്പോഴും കളിക്കേണ്ട സാധനം 6-ാം നമ്പർ. പിന്നെ കരിമീൻ ജ്യൂസ്, അത് ഇത് അങ്ങനെയൊക്കെ. പക്ഷേ ആ പൂരത്തിൻ്റെ മെയിൻ പരിപാടി, ആഘോഷം എന്ന് പറഞ്ഞാൽ കരിങ്കാളി കേട്ടോ. കരിങ്കാളിപ്പൂരം. കരിങ്കാളി എന്ന് പറഞ്ഞാൽ ഒരുപാട് കരിങ്കാളി ഉണ്ട്. എത്ര എന്ന് കറക്റ്റായിട്ട് നമുക്ക് എണ്ണാൻ പറ്റില്ല. അതിൽക്ക് മേലുണ്ട്, 100 100-ഒക്കെ മേലുണ്ട് തോന്നുന്നു. കാരണം ഒരു ഭാഗത്തു നിന്ന് 4-5 പൂരങ്ങളൊക്കെ. കാരണം ഓരോരുത്തർക്ക് വഴിപാടുകളുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ഞങ്ങളൊക്കെ നെയ്യത്താക്കുന്ന ഒരു, പക്ഷേ ഇവർ ചില വീട്ടിലൊക്കെ മക്കൾക്ക് ആരെങ്കിലും അസുഖമാണ്, അങ്ങനെ വഴിപാട് ചെയ്യും കരിങ്കാളി കൊണ്ടിട്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടു കഴിഞ്ഞാൽ വഴിപാട് അമ്പലത്തിൽ എത്തി കഴിഞ്ഞാൽ അപ്പം അങ്ങനെ അസുഖം മാറും. അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ചരിത്രങ്ങളുണ്ട്, കഥകളുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പം അതിന് വേണ്ടിയിട്ട് കരിങ്കാളി, മെയിനായിട്ട് കരിങ്കാളി ഓരോ വീട്ടിൽ നിന്ന് അവർ എന്താ പറയുക വഴിപാടാക്കണം. അപ്പം നമ്മുടെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് നമ്മുടെ ഒരു കോളനി ഉണ്ട്, അവിടെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും അടിച്ചു പൊളിക്കും. ഓക്കെ, യോഗ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് പൂരത്തിന് എല്ലാവരും ഒരുമിച്ച് കൂടാം. ഓക്കെ, താങ്ക് യു.